ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ മാധ്യമവിലക്ക് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി വാദം കേട്ടില്ല. ഹർജിയിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ ബംഗളൂരുവിലെ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷൻ അധികാരം നൽകി. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ധർമ്മസ്ഥല ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരുടെ പേരും ഉപയോഗിക്കരുതെന്ന് കാണിച്ചു നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി വാദം കേൾക്കാതെ വിചാരണ കോടതിയിലേക്ക് തിരിച്ചയച്ചത്. ഹർജിയിൽ 2 ആഴ്ചയ്ക്കകം ഉചിതമായ തീരുമാനമെടുക്കാൻ ജസ്റ്റിസുമാരായ രാജേഷ് ബിണ്ടാലും മൻമോഹനും അടങ്ങുന്ന ബെഞ്ച് ബംഗളൂരു വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചു. മാധ്യമങ്ങളെ വിലക്കൽ അപൂർവമായി മാത്രം ഉത്തരവിടുന്നതാണെന്നും ധർമ്മസ്ഥല കേസിന്റെ മെറിറ്റിനെക്കുറിച്ച് നിലവിൽ അഭിപ്രായം പറയുന്നില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ഡി ഹർഷേന്ദ്രകുമാറാണ് ഹർജി നൽകിയത്. നേരത്തെ ബംഗളൂരു സിറ്റി അഡീഷണൽ സെഷൻസ് കോടതി മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും 332 മാധ്യമ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 8000-ലധികം വാർത്താ ലിങ്കുകൾ നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അതേസമയം ധർമ്മസ്ഥല സംഘത്തിന് പോലീസ് സ്റ്റേഷൻ പദവി നൽകി. നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് നടപടി. നേരത്തെ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം പരാതി പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.